പെരുന്തലൈവർ എന്നറിയപ്പെടുന്ന നേതാവാണ് കെ കാമരാജ്. എളിമയ്ക്കും പാവങ്ങളുള്ള സഹാനുഭൂതിക്കും പേരുകേട്ട നേതാവായിരുന്നു അദ്ദേഹം. 1954 കെ കാമരാജ് മദ്രാസ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നടന്നൊരു സംഭവമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ഞാനിപ്പോൾ കൊണ്ടുവരുന്നത്. മുഖ്യമന്ത്രിയുടെ കോട്ടയിൽ കോളേജ് പ്രവേശനത്തിലുള്ള അപേക്ഷകൾ കാമരാജ് അങ്ങനെ പരിശോധിക്കുകയായിരുന്നു. വലിയൊരു അപേക്ഷാ ശേഖരത്തിൽ നിന്ന് നിമിഷങ്ങൾക്കുള്ളിൽ 10 പേരെ കാമരാജ് തെരഞ്ഞെടുത്തു. എങ്ങനെയാണ് ഇത്ര വേഗത്തിൽ പരിഗണിക്കപ്പെടേണ്ടവരെ തിരഞ്ഞെടുത്തത് എന്ന് സെക്രട്ടറി കാമരാജിനോട് പതുക്കെ ചോദിച്ചു. മാതാപിതാക്കൾ ഒപ്പിന് പകരം വിരലടയാളം പതിപ്പിച്ച അപേക്ഷകളാണ് താൻ തിരഞ്ഞെടുത്തതെന്ന് കാമരാജ് അപ്പോൾ വെളിപ്പെടുത്തി. വിരലടയാളം പതിപ്പിച്ചവർ നിരക്ഷരരായിരിക്കുമെന്നും താഴ്ന്ന സാമൂഹ്യ പശ്ചാത്തലങ്ങളുള്ളവരായിരിക്കുമെന്നും കാമരാജ് പറഞ്ഞു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു നിഗമനം. അത്തരക്കാരുടെ കുട്ടികൾക്കാണ് മുഖ്യമന്ത്രിയുടെ കോട്ടയിൽ വിദ്യാഭ്യാസ അവസരങ്ങൾ നൽകേണ്ടതെന്ന് കാമരാജിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അരികുവൽക്കപ്പെട്ടവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവ അഭിസംബോധന ചെയ്യുന്നത് വലിയ സാമൂഹിക മാറ്റങ്ങൾക്ക് കാരണമാകുമെന്ന് നമുക്കറിയാം. സമൂഹത്തിൽ മുൻഗണന അർഹിക്കുന്നവരെ നേതാക്കൾ തിരിച്ചറിയണം. ന്യായമായ വേതനത്തിനായി സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിനെ ഭരണവർഗം കാണാതെ പോകരുത്. സഹാനുഭൂതി ഭരണത്തിലിരിക്കും വലിയൊരു ഗുണമാണ്. കാമരാജിൻ്റെ മനസ്സ് നമ്മുടെ നേതാക്കൾക്കും ഉണ്ടാകണേ എന്ന തോന്നലാണ് ഞാനിപ്പോൾ ഇത് വായിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി പറയാം. 1954 മുതൽ 63 വരെയാണ് കെ കാമരാജ് മദ്രാസ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നത്. 69 ജനുവരി 14 മദ്രാസ് സ്റ്റേറ്റിനെ ഔദ്യോഗികമായി തമിഴ്നാട് എന്ന് പുനർനാമകരണം ചെയ്യുന്നു. അതും നിങ്ങൾക്കറിയാം. അപ്പോൾ എന്തായാലും ഈ കാമരാജ് എന്ന് പറയുന്നത് സാധാരണക്കാരോട്, ദുഃഖിതരോട്, സാധാരണ മനുഷ്യരോടൊക്കെ തോന്നിയ സഹാനുഭൂതിയുള്ള ആ നേതാവിനെ നമ്മൾ ഇന്നും ഓർമ്മിച്ചു പോകുന്നു.